ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ദ സി എ അനലിസ്റ്റിൻ്റെ മറ്റൊരു യൂട്യൂബ് കറണ്ട് അഫേഴ്സ് സെഷനിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മെയ് മാസം കറണ്ട് അഫേഴ്സിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ്. ആ ആദ്യ പാർട്ട് കാണാത്തവർ ഞാനിവിടെ പിൻ ചെയ്ത് വെച്ചേക്കാം. ആദ്യ പാർട്ട് എന്ത് ചെയ്യുക, തീർച്ചയായും പോയി കാണുക. അതിൻ്റെ കണ്ടിന്യൂഷനാണ് എൻ്റെ രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നേരെ എന്ത് ചെയ്യാം, നമ്മുടെ ക്ലാസ്സിനകത്തോട്ട് പോവാം. യെസ്, നമ്മുടെ പോയിന്റ് ഇതാണ്. ഒന്നാമത്തെ ചോദ്യം, വികസിത ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ, അതായത് VBG-RAMG അല്ലേ, VBG-RAMG എന്ന് പറയുന്ന ആ ഒരു വികസിത ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ നമ്മുടെ 2025 മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് ബദലായിട്ട് പുതിയൊരു നിയമം പാസ്സാക്കപ്പെടുന്നു. ആ പാസ്സാക്കിയ നിയമപ്രകാരം പുതിയൊരു പദ്ധതി കൊണ്ടുവരുന്നു. അതാണ് ഈ പറയുന്ന VBG-RAMG എന്ന് പറയുന്ന ഈ ഒരു പദ്ധതി. അത് എന്ന് മുതലാണ് പ്രാബല്യത്തിൽ വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2026 ജൂലൈ മാസം 1 മുതൽ. അപ്പോൾ 2026 കൃത്യമായി പറഞ്ഞാൽ ജൂലൈ മാസം 1 മുതലാണ്. 2026 ജൂലൈ മാസം 1-ാം തീയതി മുതലാണ് ഈ പുതിയ പദ്ധതി എന്ത് ചെയ്യുന്നത്, പ്രാബല്യത്തിൽ വരുന്നത് എന്ന കാര്യം എന്ത് ചെയ്യുക, അവിടെ ഓർത്തു വെച്ചേക്കുക. ഇനി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉറപ്പ് നൽകിയിരുന്ന തൊഴിൽ ദിനങ്ങളുടെ എണ്ണം 100 തൊഴിൽ ദിനങ്ങളാണെങ്കിൽ ഈ VBG-RAMG എത്രയാ പറയുന്നേ, 125 തൊഴിൽ ദിനങ്ങളാണ് ഓഫർ ചെയ്യുന്നത്. തൽക്കാലം ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് ഇപ്പം എന്ത് ചെയ്യുന്നില്ല, കടക്കുന്നില്ല. അപ്പോൾ അടുത്ത പോയിന്റ്, രാജ്യത്തെ ആരോഗ്യ പദ്ധതികളെയും ഡിജിറ്റൽ സംവിധാനങ്ങളെയും സംയോജിപ്പിക്കാൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഒരു സമഗ്ര പ്ലാറ്റ്ഫോം ആരംഭിക്കുന്നുണ്ട്. ആ പ്ലാറ്റ്ഫോമിന് വിളിച്ച പേരാണെന്ത്, സ്വസ്ഥ് ഭാരത്. എന്താണ് സ്വസ്ഥ് ഭാരത്? അപ്പോൾ രാജ്യത്തെ ആരോഗ്യ പദ്ധതികളെയും ഡിജിറ്റൽ സംവിധാനങ്ങളെയും സംയോജിപ്പിക്കാൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഒരു സമഗ്രമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആരംഭിക്കുന്നുണ്ട്. ആ പ്ലാറ്റ്ഫോമിന് വിളിച്ച പേരാണെന്ത്, സ്വസ്ഥ് ഭാരത് എന്ന് പറയുന്നത്. സ്വസ്ഥ് ഭാരത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്വസ്ഥ് ഭാരത് എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ. ഫൈൻഡ് റിലവൻറ്റ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, ഡിസീസ് കണ്ടീഷൻ, സിംറ്റംസ്, ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ, ഫസ്റ്റ് എയ്ഡ് ആൻഡ് പബ്ലിക് ഹെൽത്ത് അലർട്ട്. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. രാജ്യത്തെ കംപ്ലീറ്റ് ആരോഗ്യ പദ്ധതികളെക്കുറിച്ചും മറ്റ് ഡിജിറ്റൽ സംവിധാനങ്ങളെ പറ്റിയും സംയോജിപ്പിക്കാൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ആരംഭിച്ച ഒരു സമഗ്ര പ്ലാറ്റ്ഫോമാണ് സ്വസ്ഥ് ഭാരത്. സ്വസ്ഥ് ഭാരത് എന്ന് പറയുന്നത് ഓർത്ത് വച്ചേക്കണേ. അടുത്ത പോയിന്റിലേക്ക് നമ്മൾ വരുന്നു. അൻപ് വീട്. എന്താണ് അൻപ് വീട് എന്ന് പറയുന്ന പദ്ധതി? രക്ഷിതാക്കളുടെ അഭാവത്തിൽ, ഇൻ ദി അബ്സെൻസ് ഓഫ് ദി പാരൻസ് അല്ലേ, രക്ഷിതാക്കളുടെ അഭാവത്തിൽ ഭിന്നശേഷിക്കാർക്ക് സുരക്ഷിതമായ പരിചരണം ഉറപ്പാക്കുന്നതിന് വേണ്ടി കേരളത്തിലെ സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഇത്, അൻപ് വീട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പേര് പോലെ തന്നെ അൻപ് വീട്. അൻപെന്ന് പറഞ്ഞാൽ തമിഴിൽ അൻപെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഇഷ്ടം, സ്നേഹം എന്നൊക്കെയാണ്, സ്നേഹ വീട് എന്നൊക്കെയാണ്. അപ്പോൾ എന്താണ് അൻപ് വീട്? ആർക്ക് വേണ്ടിയിട്ടാ? ഭിന്നശേഷിക്കാർക്ക് വേണ്ടി. ഈ ഭിന്നശേഷിക്കാരെ എപ്പോഴും നോക്കാൻ ഒരാൾ വേണം അല്ലേ. അപ്പോൾ ഈ പറയുന്ന രക്ഷിതാക്കളുടെ അഭാവത്തിൽ, വീട്ടുകാരില്ലാത്തപ്പോൾ പോലും രക്ഷിതാക്കളുടെ അഭാവത്തിൽ എപ്പോഴും ചിലപ്പോൾ അവരെ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റുമോ, അവർക്ക് ബാക്കി കാര്യങ്ങൾക്ക് പോകണ്ടേ. അപ്പോൾ രക്ഷിതാക്കളുടെ അഭാവത്തിൽ ഭിന്നശേഷിക്കാർക്ക് സുരക്ഷിതമായ ഒരു പരിചരണം ഉറപ്പാക്കുന്നതിന് വേണ്ടി കേരളത്തിലെ സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് അൻപ് വീട് എന്ന് പറയുന്നത്. ഇനി അടുത്ത പോയിന്റ് നോക്കിയത് ഒരു വേദിയാണ് പറയാൻ പോകുന്നത്. 2026 ആഗോള സീറോ വേസ്റ്റ് ഫോറത്തിൻ്റെ വേദി എവിടെയെന്നാണ് ചോദ്യം. അപ്പോൾ 2026 ആഗോള സീറോ വേസ്റ്റ് ഫോറത്തിൻ്റെ വേദി തുർക്കിയിലെ ഇസ്താംബുൾ ആണ്. തുർക്കിയിലെ ഇസ്താംബുൾ. അതായത് സംഭവം വേറൊന്നുമില്ല, ഈ ആഗോള സീറോ വേസ്റ്റ് ഫോറം എന്ന് പറയുന്നത് ഈ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടൊരു ഉച്ചകോടി ഫോറമാണിത്. ഈ COPയുമായി ബന്ധപ്പെട്ടൊരു ഫോറമാണിത്. അപ്പോൾ 2026 ആഗോള സീറോ വേസ്റ്റ് ഫോറത്തിൻ്റെ വേദി എവിടെയെന്ന് ചോദിച്ചപ്പോൾ എവിടെയാണ്? അത് തുർക്കിയിലെ ഇസ്താംബുൾ ആണ്. തുർക്കിയിലെ ഇസ്താംബുൾ ആണെന്ന കാര്യം എന്ത് ചെയ്യുക, അവിടെ ഓർത്തു വെച്ചേക്കാം. അടുത്ത പോയിന്റ് ഒരു കപ്പലിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. 2026 മെയ് മാസത്തിൽ ഒമാൻ തീരത്ത് വെച്ച് ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് തകരുകയും മുങ്ങുകയും ചെയ്ത ഇന്ത്യൻ പതാക വഹിച്ചിരുന്ന ചരക്ക് കപ്പൽ ഏത് എന്നാണ് ചോദ്യം. അതിൻ്റെ പേര് ഹാജി അലി എന്നാണ്. അപ്പോൾ 2020 മെയ് മാസം ആരാണ് ചെയ്തതെന്ന് അറിയത്തില്ല, അജ്ഞാത ഡ്രോൺ ആക്രമണം ഒമാൻ തീരത്ത് വെച്ച് ഒരു ഡ്രോൺ ആക്രമണത്തെ തുടർന്ന്
തകരുകയും പിന്നീട് മുങ്ങുകയും ചെയ്ത ഇന്ത്യൻ പതാക വെച്ച ചരക്കപ്പലാണ് ഹാജി അലി. അതിനകത്ത് 14 പേര് യാത്ര ചെയ്തത്. ആ 14 പേരെ നമ്മൾ എന്ത് ചെയ്തു? രക്ഷപ്പെടുത്തി. അപ്പോൾ ഇന്ത്യൻ ക്രൂ റെസ്ക്യൂഡ് ആഫ്റ്റർ കാർഗോ ഷിപ്പ് അറ്റാക്ക് നിയർ ഒമാൻ. all 14 Indian crew members of the Indian flagged vessel Haji Ali were rescued by Oman Coast Guard. Oman Coast Guard രക്ഷപ്പെടുത്തി. The cargo ship was attacked on May 13. മെയ് 13 അറ്റാക്ക് ചെയ്തത് എന്ന കാര്യം അവിടെ പറയുന്നുണ്ട്. ഇന്ത്യ കണ്ടംസ് ദ അറ്റാക്ക് ആസ് അൺഅക്സെപ്റ്റബിൾ. നമുക്ക് ഇന്ത്യ എന്ത് ചെയ്തു? കടുത്ത ഭാഷയിൽ അതിനെ എന്ത് ചെയ്യാണ്? പ്രതിരോധിക്കുകയാണ്. ആ കാര്യം എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ അതാണ് ഇത്. ലൊക്കേഷനൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഡ്രോൺ ആക്രമണത്തിലാണ് തകരുന്നത് എന്ന കാര്യം ഓർക്കുക. ഹാജി അലി ആരാണ് ചെയ്തതെന്നതിനെ പറ്റി വലിയ ധാരണയൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഹാജി അലി എന്നാണ് ചരക്കപ്പലിൻ്റെ പേര്, ഹാജി അലി. ഇന്ത്യയുടെ ആദ്യത്തെ അനലോഗ് ബഹിരാകാശ പര്യവേക്ഷണ ദൗത്യം നിലവിൽ വരുന്നത് എവിടെ എന്നാണ് ചോദ്യം. ലഡാക്കിലെ ലേയിലാണ്. അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ അനലോഗ് ബഹിരാകാശ പര്യവേക്ഷണ ദൗത്യം, ഇന്ത്യയുടെ ആദ്യത്തെ അനലോഗ് ബഹിരാകാശ പര്യവേക്ഷണ ദൗത്യം. അതായത് അനലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമില്ല, ബഹിരാകാശത്തിന് സമാനമായി ഒരു പ്രത്യേക സ്ഥലത്ത് ബഹിരാകാശത്തിന് സമാനമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ എന്ത് ചെയ്യുക? സെറ്റ് ചെയ്യുക. അവിടെ ഈ പറയുന്ന ബഹിരാകാശ യാത്രക്കാരെ പരിശീലനം കൊടുക്കുക. ഇതൊക്കെയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. അതിന് പറ്റിയ ഒരു സ്ഥലം നിലവിൽ വരുന്ന എവിടെയാണ്? ലഡാക്കിലെ ലേയിലാണ്. അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ അനലോഗ് ബഹിരാകാശ പര്യവേക്ഷണ ദൗത്യം നിലവിൽ വരുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചപ്പോൾ എവിടെയാണ്? അത് ലഡാക്കിലെ ലേയിലാണെന്ന കാര്യം എന്ത് ചെയ്യുക? ഓർക്കുക. അടുത്ത പോയിന്റിലേക്ക് നമ്മൾ വരുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും നീളമേറിയ സിംഗിൾ മാസ്റ്റ് അസിമെട്രിക് കേബിൾ സ്റ്റേഡ് പാലം, ഒറ്റത്തൂണാണ്. ഒറ്റത്തൂൺ പാലം. സിംഗിൾ മാസ്റ്റ് മീൻസ് ഓർ സിംഗിൾ ടവർ എന്ന് വിളിക്കാം. ഓർ സിംഗിൾ ടവർ കിടപ്പുണ്ട്. സിംഗിൾ ടവർ. ഇറ്റ് ഈസ് ദ വേൾഡ്സ് ലോങ്ങസ്റ്റ്, ഏറ്റവും നീളം കൂടിയ സിംഗിൾ മാസ്റ്റ് അഥവാ സിംഗിൾ ടവർ അസിമെട്രിക് കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജാണ് ദാൻജിയാങ് പാലം. തായ്വാനിൽ സ്ഥിതി ചെയ്യുന്ന ഈ പാലത്തിൻ്റെ പേരാണ് ദാൻജിയാങ് പാലം. അപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും നീളമേറിയ സിംഗിൾ മാസ്റ്റ് അഥവാ എന്താ പറയുക, സിംഗിൾ ടവർ അസിമെട്രിക് കേബിൾ സ്റ്റേഡ് പാലമാണ് ദാൻജിയാങ് പാലം. ഇത് തായ്വാനിലാണ്. ഈ കാണുന്നതാണ് വളരെ മനോഹരമായ, കണ്ടോ? സിംഗിൾ ടവർ. ഇത് നമ്മൾ അഞ്ചുകട് പാലം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അഞ്ചുകട് പാലം നമ്മൾ പറയുമ്പോൾ അഞ്ചുകട് പാലത്തിലും കുറേ കേബിളുകൾ, ഒരു നടുക്കൊരു തൂണ് പോലെ ഉണ്ട്, അതിൽ കുറേ കേബിളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ബന്ധിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അഞ്ചുകട് പാലം അത് റെയിൽവേ പാലമാണ്. അഞ്ചി നദിക്ക് കുറുകെ ചെയ്യുന്ന അഞ്ചുകട് പാലം അത് റെയിൽവേ പാലമാണെങ്കിൽ ഇവൻ എന്താണ്? ഇവനൊരു റോഡ് പാലമാണ്, ദാൻജിയാങ് പാലം. അപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും നീളമേറിയ സിംഗിൾ മാസ്റ്റ് അസിമെട്രിക് കേബിൾ സ്റ്റേഡ് പാലമാണ് ദാൻജിയാങ് പാലം. തായ്വാനിൽ ചെയ്യുന്നു. ഇറ്റ് ഈസ് ദ വേൾഡ്സ് ലോങ്ങസ്റ്റ് സിംഗിൾ മാസ്റ്റ് അഥവാ സിംഗിൾ ടവർ അസിമെട്രിക് കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജ് എന്ന കാര്യം ഓർക്കുക. അടുത്ത പോയിന്റിലേക്ക് നമ്മൾ കിടക്കുന്നു. CBIയുടെ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്നറിയപ്പെടുന്ന CBIയുടെ ഡയറക്ടറായി വീണ്ടും നിയമിക്കപ്പെട്ടത്, നേരത്തെയും അദ്ദേഹം തന്നെയാണ്, അദ്ദേഹം വീണ്ടും നിയമിക്കപ്പെടുന്നു. ആരാണ് അയാൾ? അതാണ് പ്രവീൺ സൂദ്. അപ്പോൾ CBIയുടെ ഡയറക്ടറായിട്ട് വീണ്ടും നിയമിക്കപ്പെട്ടത് ആര് എന്ന് ചോദിച്ചപ്പോൾ ആരാണ്? അത് പ്രവീൺ സൂദാണ്. അപ്പോൾ CBIയുടെ ഡയറക്ടറായി വീണ്ടും നിയമിക്കപ്പെട്ടത് ആര് എന്ന് ചോദിച്ചപ്പോൾ ആരാണ്? അത് പ്രവീൺ സൂദാണ്. അടുത്ത പോയിന്റ്, കേരളത്തിലെ പുതിയ അഡ്വക്കേറ്റ് ജനറലായി നിയമിക്കപ്പെട്ടത് ആര് എന്നാണ് ചോദ്യം. അപ്പോൾ കേരളത്തിൻ്റെ പുതിയ അഡ്വക്കേറ്റ് ജനറലായി നിയമിതനാകുന്നത് അത് ജാജു ബാബു ആണ് കേട്ടോ, ജാജു ബാബു. അപ്പോൾ കേരളത്തിലെ പുതിയ അഡ്വക്കേറ്റ് ജനറലായി നിയമിക്കപ്പെട്ടത് ആര് എന്ന് ചോദിച്ചപ്പോൾ ആരാണ്? അത് ജാജു ബാബു ആണ്. അടുത്ത പോയിന്റ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് റോയൽ ഓർഡർ ഓഫ് ദി പോളാർ സ്റ്റാർ കമാൻഡർ ഗ്രാൻഡ് ക്രോസ് ബഹുമതി നൽകിയ രാജ്യം ഏത്? വലിയൊരു പുരസ്കാരമാണല്ലേ. ഈ നരേന്ദ്രമോദിയെ സംബന്ധിച്ചോളം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം 23ഓളം രാജ്യങ്ങളുടെ ഹയസ്റ്റ് സിവിലിയൻ ഓണർ, 23ഓളം രാജ്യങ്ങളുടെ പരമോന്നമായിട്ടുള്ള സിവിലിയൻ ബഹുമതി ലഭിച്ച വ്യക്തിയാണ്. നമ്മുടെ ഭാരതരത്ന പോലെ 23 രാജ്യങ്ങളുടെ പരമോന്നമായ സിവിലിയൻ ബഹുമതി ലഭിച്ച വ്യക്തിയാണ് നരേന്ദ്രമോദി. അദ്ദേഹത്തിന് സ്വീഡൻ നൽകിയ ഒരു പുരസ്കാരമാണ് റോയൽ ഓർഡർ ഓഫ് ദി പോളാർ സ്റ്റാർ കമാൻഡർ ഗ്രാൻഡ്
ക്രോസ്, കമാൻഡർ ഗ്രാൻഡ് ക്രോസ് ബഹുമതി നൽകിയത് ആരാണ്? സ്വീഡനാണ്. ഞാനിവിടെ ഓർത്ത് പോളാർ സ്റ്റാർ, സ്വീഡന്റെ പോളാർ സ്റ്റാർ എന്ന് ഓർക്കുക. പോളാർ സ്റ്റാറിന്റെ എസ് ഫോർ സ്വീഡൻ എന്ന് ഓർക്കുക. അപ്പോൾ പോളാർ സ്റ്റാർ എന്ന് ഓർക്കുക. പോളാർ സ്റ്റാറിലെ എസ് സ്റ്റാൻഡ്സ് ഫോർ സ്വീഡൻ എന്ന് ഓർക്കുക. അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് റോയൽ ഓർഡർ ഓഫ് ദി പോളാർ സ്റ്റാർ കമാൻഡർ ഗ്രാൻഡ് ക്രോസ് ബഹുമതി നൽകിയ രാജ്യം ഏത്? സ്വീഡനാണ്. അടുത്ത പോയിന്റ്, പിന്നൊരു പുരസ്കാരം ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് ലഭിക്കുന്നു. ഐക്യരാഷ്ട്രസഭയുടെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ. അപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ ഒരു വിഭാഗമാണ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ എന്നറിയപ്പെടുന്നത്. അവരുടെ പുരസ്കാരമായ അഗ്രിഗോള മെഡലിന്, കൊക്കക്കോളയല്ല, അഗ്രിഗോള മെഡലിന് അർഹനായതാര് എന്ന് ചോദിച്ചപ്പോൾ ആരാണ്? ശ്രീ നരേന്ദ്രമോദിയാണ്. അപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷന്റെ അഗ്രിഗോള മെഡലിന് അർഹനായതാര് എന്ന് ചോദിച്ചപ്പോൾ ആരാണ്? അത് സാക്ഷാൽ നരേന്ദ്രമോദിയാണ്. അപ്പോൾ 2 പുരസ്കാരങ്ങൾ പറയുന്നു നരേന്ദ്രമോദിക്ക്. അടുത്ത പോയിന്റ്, 2026 ONV സാഹിത്യ പുരസ്കാരം നേടിയത് ആര് എന്നാണ് ചോദ്യം. 2026 ONV സാഹിത്യ പുരസ്കാരം നേടുന്നത് എം മുകുന്ദനാണ് കേട്ടോ. അപ്പോൾ 2026 ONV സാഹിത്യ പുരസ്കാരം നേടിയത് ആര് എന്ന് ചോദിച്ചപ്പോൾ ആരാണ്? അത് എം മുകുന്ദനാണ്. 2026 ONV സാഹിത്യ പുരസ്കാരം നേടിയത് ആര് എന്ന് ചോദിച്ചപ്പോൾ ആരാ? അത് എം മുകുന്ദനാണ്. അടുത്തത് വീണ്ടും ഒരു പുരസ്കാരമാണ്. സംസ്ഥാന സർക്കാരിൻ്റെ വനം, വന്യജീവി, പരിസ്ഥിതി, ജൈവ വൈവിധ്യ സംരക്ഷണത്തിനുള്ള വനമിത്ര പുരസ്കാരം നേടിയത് ആര് എന്ന് ചോദിച്ചപ്പോൾ അത് എസ് ഗുരുവഞ്ചൂരപ്പനാണ്. ആരുടെയാ? അപ്പൊ സംസ്ഥാന സർക്കാരിൻ്റെ വനം, വന്യജീവി, പരിസ്ഥിതി, ജൈവ വൈവിധ്യ സംരക്ഷണത്തിനുള്ള വനമിത്ര പുരസ്കാരം നേടുന്നു എസ് ഗുരുവഞ്ചൂരപ്പൻ. ഓക്കെ, എസ് ഗുരുവഞ്ചൂരപ്പൻ. അത് പറയുമ്പോൾ നിലവിൽ കേരളത്തിലെ വനം വന്യജീവി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി, വനം, വന്യജീവി സംരക്ഷണം, പിന്നെ നൈപുണ്യ വികസനം അഥവാ സ്കിൽ ഡെവലപ്മെന്റ് എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് ശ്രീ ഷിബു ബേബി ജോൺ ആണ് കേട്ടോ. അപ്പോൾ ഷിബു ബേബി ജോൺ ആണ് നിലവിൽ കേരളത്തിലെ വനം, വന്യജീവി സംരക്ഷണം, നൈപുണ്യ വികസനം അഥവാ നമ്മളതിനെ ഇംഗ്ലീഷിൽ സ്കിൽ ഡെവലപ്മെന്റ് എന്ന് വിളിക്കും. സ്കിൽ ഡെവലപ്മെന്റ് എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് ഷിബു ബേബി ജോൺ. കണക്ട് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. അടുത്ത പോയിന്റ്, രാജ്യത്താദ്യമായിട്ട് വയോജനങ്ങൾക്ക് വേണ്ടി പ്രത്യേക വകുപ്പ് രൂപീകരിക്കുന്ന സംസ്ഥാനം ഏത് എന്നാണ് ചോദ്യം. കേരളമാണ്. അപ്പോൾ രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം വയോജനങ്ങൾക്ക് വേണ്ടി, വൃദ്ധർക്ക് വേണ്ടി ഒരു വകുപ്പ് രൂപീകരിക്കുന്നത്. അങ്ങനെ പ്രത്യേക വകുപ്പ് രൂപീകരിച്ച ഇന്ത്യയിലെ തന്നെ ആദ്യ സംസ്ഥാനമാണ് കേരളം എന്ന കാര്യം ഓർക്കുക. അതുപോലെ AI വകുപ്പ് രൂപീകരിച്ചതും കേരളമാണ്. കേരളത്തിലെ AI വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയാണ് ഓർക്കുക. ഇവിടെ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വകുപ്പിന്റെ ചുമതല ആർക്കാണെന്ന് ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, വ്യക്തത വരട്ടെ, വരുന്ന മുറയ്ക്ക് അപ്ഡേറ്റ് ചെയ്യാം. അടുത്ത പോയിന്റ്, ഒരു ഓപ്പറേഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. അന്താരാഷ്ട്ര ക്യാപ്റ്റഗൺ മയക്കുമരുന്ന്, ഒരു മയക്കുമരുന്നാണ് ക്യാപ്റ്റഗൺ മയക്കുമരുന്ന്. ആ ക്യാപ്റ്റഗൺ മയക്കുമരുന്ന് കടത്ത് ശൃംഖലയ്ക്കെതിരെ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ആരംഭിച്ചൊരു ഓപ്പറേഷൻ ഉണ്ട്. ആ ഓപ്പറേഷൻ വിജയകരമായിരുന്നു, നമ്മൾ പിടിച്ചു. ആ ഓപ്പറേഷൻ വിളിച്ച പേരാണ് ഓപ്പറേഷൻ റേജിപ്പിൽ. ഇന്ത്യൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി നമ്മുടെ അമിത്ഷാ അതിനെ വലിയ തോതിൽ അറിയിച്ചുകൊണ്ട് കുറിപ്പൊക്കെ തയ്യാറാക്കിയതാണ്. അപ്പോൾ ഓപ്പറേഷൻ റേജിപ്പിൽ എന്ന് പറയുന്നത് ആ മയക്കുമരുന്ന് പേര് ക്യാപ്റ്റഗൺ എന്ന് പേരായ മയക്കുമരുന്ന്. ജിഹാദി മയക്കുമരുന്നൊരു വിളിപ്പേര് അതിനുണ്ട്. ജിഹാദി മയക്കുമരുന്ന് എന്ന വിളിപ്പേരും ആ ഒരു മയക്കുമരുന്നിനുണ്ട്. അപ്പോൾ ആ ക്യാപ്റ്റഗൺ മയക്കുമരുന്ന് ഇന്ത്യയിലേക്ക് വന്നതല്ല, ഇന്ത്യ വഴി വേറൊരു രാജ്യത്തിലേക്ക് കടത്താൻ വേണ്ടി ഇരുന്നതിനെയാണ് ഇന്ത്യ പിടികൂടിയത്. അപ്പോൾ ഇന്ത്യ വഴി കടത്തിക്കഴിഞ്ഞാൽ നമ്മൾ തൂക്കും. അതാണ് ഈ പറയുന്ന ഓപ്പറേഷൻ റേജിപ്പിൽ എന്ന് പറയുന്ന ഓപ്പറേഷൻ. എങ്ങനെയെങ്കിലും എന്താണ് ഓപ്പറേഷൻ ഗജമുക്തി? എന്താണ് അടുത്തൊരു ഓപ്പറേഷൻ വരുന്നു, ഓപ്പറേഷൻ ഗജമുക്തി. എന്താണ് ഓപ്പറേഷൻ ഗജമുക്തി എന്ന് പറയുന്നത്? ആറളം പുനരധിവാസ മേഖല, ആറളം കണ്ണൂരിലാണ്, നമുക്കറിയാം. ആറളം എവിടെയാണ്? ആറളം കണ്ണൂരിലാണ്. ആറളം വന്യജീവി സങ്കേതം കേട്ടില്ലേ, കണ്ണൂരിലാണ്. അപ്പോൾ ആറളം പുനരധിവാസ മേഖലയിൽ നിലനിൽക്കുന്ന മനുഷ്യ വന്യജീവി സംഘർഷം, പ്രത്യേകിച്ച് ആനയാണ്, മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുക, ലഘൂകരിക്കുന്നതിന് വേണ്ടി വനം വകുപ്പ് ഒരു ഓപ്പറേഷൻ നടത്തുന്നതിൻ്റെ പേരാണ് ഓപ്പറേഷൻ ഗജമുക്തി.
ആ വാക്കിൽ നിന്ന് കിട്ടും. ഗജം എന്ന് വെച്ചാൽ ആന, മുക്തി എന്ന് വെച്ചാൽ മോചനം, ആനയിൽ നിന്നുള്ള മോചനം അല്ലേ. അപ്പൊ ആറളം പുനരധിവാസ മേഖലയിൽ നിലനിൽക്കുന്ന മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വനം വകുപ്പിന്റെ ഓപ്പറേഷൻ വിളിച്ച പേരാണ് ഓപ്പറേഷൻ ഗജമുക്തി. അടുത്ത പോയിന്റ്, ഇന്ത്യയിലെ ആദ്യ മനുഷ്യ ആന സംഘർഷം കണക്ട് ചെയ്ത് പറയാണ്. മനുഷ്യരുടെയും ആനയുടെ സംഘർഷം ലഘൂകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഗവേഷണ കേന്ദ്രം സ്ഥാപിതമാകുന്നത് എവിടെ എന്നാണ് ചോദ്യം. അത് പലാമു ടൈഗർ റിസർവിലാണ്. ഈ പലാമു ടൈഗർ റിസർവ് ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ അത് ജാർഖണ്ഡിലാണ് കേട്ടോ. ജാർഖണ്ഡിലാണ് ഈ പറയുന്ന പലാമു ടൈഗർ റിസർവ്. അപ്പോൾ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് മനുഷ്യരും അതുപോലെ തന്നെ ആനയും തമ്മിലുള്ള സംഘർഷം കുറയ്ക്കുന്നതിന് വേണ്ടി ഒരു ഗവേഷണ കേന്ദ്രം സ്ഥാപിതമാകുന്നത്. ആ ഗവേഷണ കേന്ദ്രം സ്ഥാപിതമാകുന്നത് പലാമു ടൈഗർ റിസർവിലാണ്. ഈ പലാമു ടൈഗർ റിസർവ് ജാർഖണ്ഡിലാണ്. അടുത്ത പോയിന്റിലേക്ക് വരുന്നു. 2020 ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 12,000 റൺസ് തികയ്ക്കുന്ന താരമായി മാറുന്നത് മറ്റാരുമല്ല, സാക്ഷാൽ വിരാട് കോഹ്ലി. 2020 ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ എല്ലാം വരും, IPL വരും, അന്താരാഷ്ട്ര ക്രിക്കറ്റ് വരും, എല്ലാം കൂടെ ചേർന്നിട്ട് 12,000 റൺസ് ഏറ്റവും വേഗത്തിൽ നേടുന്ന താരമായി മാറുന്നത് സാക്ഷാൽ വിരാട് കോഹ്ലിയാണ്. അടുത്ത പോയിന്റ്, IPL ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരം എന്ന റെക്കോർഡിന് ഉടമയായത് സാക്ഷാൽ ധോണിയുടെ റെക്കോർഡ്. MS ധോണിയുടെ കഴിഞ്ഞ സീസൺ വരെ ധോണിയായിരുന്നു ആ ഹോൾഡർ. ആ ധോണിയുടെ റെക്കോർഡ് ആര് മറികടക്കുന്നു? വിരാട് കോഹ്ലി മറികടക്കുന്നു 279 മത്സരങ്ങൾ കളിച്ചുകൊണ്ട്. അപ്പോൾ IPL ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരം എന്ന റെക്കോർഡ് നിലവിൽ ആരുടെയാ? വിരാട് കോഹ്ലി. അത് ഇനിയും കൂടത്തേ ഉള്ളൂ, കാരണം വിരാട് കോഹ്ലി 37 വയസ്സേ ആയിട്ടുള്ളൂ. ഇനിയും വിരാട് കോഹ്ലിയാണ് പറയാൻ പറ്റുന്നത് 3 കൊല്ലം കൂടെ സുഖമായിട്ട് കളിക്കും. അപ്പോൾ IPL ഏറ്റവും കൂടുതൽ മത്സരം കളിച്ച താരം എന്ന റെക്കോർഡിന് ഉടമയായത് സാക്ഷാൽ വിരാട് കോഹ്ലിയാണ്, 279 മത്സരങ്ങൾ. അടുത്ത പോയിന്റിലേക്ക് വരുന്നു. രാജ്യാന്തര വനിതാ 2020 ക്രിക്കറ്റിലെ ഏറ്റവും വേഗമേറിയ അർദ്ധ സെഞ്ചുറി നേടിയത് ആര് എന്നാണ് ചോദ്യം. ഫാത്തിമ സന, പാകിസ്ഥാന്റെ ഫാത്തിമ സന 15 പന്തുകളിലാണ് ഈ നേട്ടം കുറിക്കുന്നത്. അപ്പൊ രാജ്യാന്തര വനിതാ 2020 ക്രിക്കറ്റ്, ഇന്റർനാഷണൽ വിമൻസ് ക്രിക്കറ്റ് അല്ലെ, അന്താരാഷ്ട്ര വനിതാ 2020 ക്രിക്കറ്റിലെ ഏറ്റവും വേഗതയാർന്ന അർദ്ധ സെഞ്ചുറി നേടിയ താരം അത് ഫാത്തിമ സന, പാകിസ്ഥാന്റെ താരമായ ഫാത്തിമ സനയാണ്. അടുത്ത പോയിന്റിലേക്ക് വരുന്നത് വീണ്ടും IPL വരെയാണ്. IPL 200 വിക്കറ്റ് തേക്കുന്ന ആദ്യ വിദേശ താരം ആര് എന്ന് ചോദിച്ചപ്പോൾ ആരാണ്? അത് സുനിൽ നരൈൻ. IPL 200 വിക്കറ്റുകൾ നേടുന്ന ആദ്യ വിദേശ താരമായി മാറുന്നു സുനിൽ നരൈൻ. അങ്ങനെയെങ്കിൽ IPL ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടുന്ന താരം, IPL ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടുന്ന താരം ആര് എന്ന് ചോദിച്ചപ്പോൾ ആരാന്നറിയാമോ? അത് യുസ്വേന്ദ്ര ചഹാലാണ്. യുസ്വേന്ദ്ര ചഹാലാണ്. അങ്ങനെയെങ്കിൽ IPL ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടുന്ന ഫാസ്റ്റ് ബൗളർ ആര് എന്ന് ചോദിച്ചപ്പോൾ ആരാ? അത് ഭുവനേശ്വർ കുമാറാണ്. അത് ഭുവനേശ്വർ കുമാറാണ്. അപ്പോൾ IPL ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടുന്ന താരം യുസ്വേന്ദ്ര ചഹാലും ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടുന്ന ഫാസ്റ്റ് ബൗളർ അത് ഈ പറയുന്ന ഭുവനേശ്വർ കുമാറാണ്. യുസ്വേന്ദ്ര ചഹാൽ സ്പിൻ ബൗളറാണ്. ഇനി വിക്കറ്റ് വേട്ടക്കാരിൽ ഒന്നാമത് യുസ്വേന്ദ്ര ചഹാല്, രണ്ടാമത് ഭുവനേശ്വർ കുമാർ, മൂന്നാമത് സുനിൽ നരൈൻ. വെസ്റ്റ് ഇൻഡീസിന്റെ കളിക്കാരനാണ്. നിലവിൽ അദ്ദേഹം IPL തുടക്കം മുതൽ KKR കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടീമിന്റെ ഭാഗമാണ്. അടുത്ത പോയിന്റിലേക്ക് വരുന്നു. 2027 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ്, അത്ലറ്റിക്സ് അല്ല, ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ ആദ്യത്വം വഹിക്കുന്നത് ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കെന്റ് ആണ്. അപ്പോൾ 2027 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കെന്റ് ആണ്. അത് പറയുമ്പോൾ 2025 വേദി അറിയണം. 2025 വേദി ഇന്ത്യ ആയിരുന്നു. 2021 വേദി ഇന്ത്യ ആയിരുന്നു. ഓക്കെ, ഇനി 2025 ഇന്ത്യയുടെ ആ ഒരു ഭാഗ്യചിഹ്നം വിരാജ് എന്ന ആന, വിരാജ് എന്ന യന്ത്രക്കാല് വെച്ച് പിടിപ്പിച്ച, ഒരു കാലിൽ യന്ത്രക്കാല് വെച്ച് പിടിച്ച ആനയാണ് അന്നത്തെ ഭാഗ്യചിഹ്നം. അടുത്ത പോയിന്റിലേക്ക് വരുന്നു. 2026 ഫിഫ അണ്ടർ-17 വേൾഡ് കപ്പ്, ഫിഫ വേൾഡ് കപ്പ് നടക്കുന്നതും 2026 അമേരിക്ക, മെക്സിക്കോ, കാനഡയിലായിട്ട്.
ഇത് 2026 ഫിഫ അണ്ടർ-17 17 വയസ്സിന് താഴെയുള്ള താരങ്ങൾക്കുള്ള ലോകകപ്പിന് ആദ്യത്വം വഹിക്കുന്നവിടെയാണ് മൊറോക്കോയാണ് കേട്ടോ, മൊറോക്കോ. അപ്പൊ 2027 ഫിഫയുടെ അണ്ടർ-17 ലോകകപ്പിന് ആദ്യത്വം വഹിക്കുന്ന രാജ്യം മൊറോക്കോ. അടുത്ത പോയിന്റിലേക്ക് വരുന്നു. 18ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏത്? നമുക്കറിയാം 18ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാവുന്നത് ഇന്ത്യയാണ്. അത് പറയുമ്പോൾ G20യുടെ വേദി അറിയണം. G20യുടെ വേദി 2026 G20യുടെ വേദി മിയാമി ആണ്. മിയാമി വിച്ച് ഈസ് ഇൻ അമേരിക്ക. ഇനി 2026 G7 ഉച്ചകോടി വേദി ഫ്രാൻസ് ആണെന്ന കാര്യം കൂടി എന്ത് ചെയ്യുക, അവിടെ ഓർത്ത് വച്ചേക്കുക. അടുത്തത് 2026 മെയ് മാസം, മെയ് ആണ്. 2026 മെയ് മാസം 3 പതിറ്റാണ്ട് കാലത്തെ സേവനത്തിന് വിരാമമിട്ട പ്രശസ്ത സെർച്ച് എഞ്ചിൻ ഏത്? കഴിഞ്ഞ 3 പതിറ്റാണ്ടിട്ട് 30 വർഷമായിട്ട് ഒരു സെർച്ച് എഞ്ചിൻ പ്രവർത്തിച്ചു അതിൻ്റെ സേവനം വൈൻഡപ്പ് ചെയ്യുന്നു. ഏതാണ്? ask.com ആണ്. അപ്പോൾ 2026 മെയ് മാസം 3 പതിറ്റാണ്ട് കാലത്തെ സേവനത്തിന് വിരാമമിട്ട പ്രശസ്ത സെർച്ച് എഞ്ചിൻ ഏത് എന്ന് ചോദിച്ചപ്പോൾ ഏതാണ്? അത് ask.com ആണ്. ask.com ആണ്. അടുത്ത പോയിന്റിലേക്ക് വരുന്നു. കേരളത്തിന് പിന്നാലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രത്യേക വകുപ്പ് രൂപീകരിച്ച സംസ്ഥാനം തമിഴ്നാട്. നമ്മൾ രൂപീകരിച്ചു. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടുണ്ട് സംസ്ഥാനം AI വകുപ്പ് രൂപീകരിക്കുന്നത്. കേരളത്തിലെ AI വകുപ്പ് മന്ത്രി ആരാണ്? PK കുഞ്ഞാലിക്കുട്ടിയാണ്. ഇത് കണ്ടപ്പോൾ തമിഴ്നാട്ടിനും ഒരു ആഗ്രഹം, ഞങ്ങൾക്കും വേണം AI വകുപ്പ്. അങ്ങനെ AI വകുപ്പ് രൂപീകരിക്കുന്നു. അതുപോലെ നമ്മളാണ് ആദ്യമായിട്ട് വയോജനങ്ങൾക്ക് വേണ്ടി ഒരു വയോജന ക്ഷേമ വകുപ്പ് രൂപീകരിക്കുന്നത്. നമ്മളാണ്, കേരളമാണ്. അടുത്ത പോയിന്റ്, 2026 മെയ്യിൽ മദ്യം ഉപയോഗിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി 18 വയസ്സിൽ നിന്നും 21 വയസ്സായി ഉയർത്താൻ തീരുമാനിച്ചത് തമിഴ്നാട്. അപ്പം മദ്യ ഉപയോഗത്തിനുള്ള കുറഞ്ഞ പ്രായം 18 വയസ്സല്ല, അതിനെ ഉയർത്തി 21 വയസ്സാക്കാൻ തീരുമാനിച്ചത് തമിഴ്നാടാണ്. നല്ല തീരുമാനം. അടുത്തത്, സ്കൂളുകളിലും അതുപോലെ തന്നെ മദ്രസകളിലും വന്ദേ മാതരം ആലപിക്കുന്നത് നിർബന്ധമാക്കി ഉത്തരവിറക്കിയ സംസ്ഥാനം വെസ്റ്റ് ബംഗാളാണ്. അപ്പോൾ സ്കൂളുകളിലും മദ്രസകളിലും വന്ദേ മാതരം ആലപിക്കുന്നത് നിർബന്ധമാക്കിക്കൊണ്ട് ഉത്തരവുറപ്പിച്ച സംസ്ഥാനം എന്ന് വെച്ചാൽ ഏതാണ്? അത് വെസ്റ്റ് ബംഗാളാണ്. അങ്ങനെയെങ്കിൽ സ്കൂൾ അസംബ്ലിക്ക് ശേഷം 10 മിനിറ്റ് പത്രവായന നിർബന്ധമാക്കിയ സംസ്ഥാനം എന്ന് വെച്ചാൽ ഏതാണ്? അത് കർണാടകമാണെങ്കിൽ. അപ്പോൾ പത്രവായന നിർബന്ധമാക്കിയ സംസ്ഥാനം കർണാടകമാണെങ്കിൽ സ്കൂൾ അസംബ്ലിക്ക് ശേഷം 10 മിനിറ്റ് സമയം പത്രവായന നിർബന്ധമാക്കിയത് കർണാടകമാണെങ്കിൽ സ്കൂളുകളിലും മദ്രസകളിലും വന്ദേ മാതരം ആലപിക്കാൻ നിർബന്ധമാക്കിയത് വെസ്റ്റ് ബംഗാൾ ആണെന്ന കാര്യം ഓർക്കുക. അടുത്ത പോയിന്റിലേക്ക് വരുന്നു. പൂർണ്ണമായും AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി നിർമ്മിച്ച ആദ്യ മലയാള ചലച്ചിത്രം ഏത് എന്നാണ് ചോദ്യം. അപ്പോൾ പൂർണ്ണമായും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി നിർമ്മിച്ച ആദ്യ മലയാള ചിത്രമായി മാറുന്നത് വാഗ്ദത്ത ഭൂമിയാണ്. സംവിധാനം സിദ്ദിഖ് പറവൂരാണ് കേട്ടോ. അപ്പൊ സിദ്ദിഖ് പറവൂർ സംവിധാനം ചെയ്ത വാഗ്ദത്ത ഭൂമി എന്ന് പറയുന്ന ചിത്രമാണ് പൂർണ്ണമായും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യയുടെ സഹായത്തോട് നിർമ്മിച്ച ആദ്യ മലയാള സിനിമയാണ് വാഗ്ദത്ത ഭൂമി. അത് സംവിധാനം ചെയ്ത സിദ്ദിഖ് പറവൂരാണ്. അടുത്ത പോയിന്റ്, 2026 മെയ് മാസം നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി യൂറോപ്യൻ പര്യടനത്തിൻ്റെ ഭാഗമായി ഒപ്പുവെച്ച 17 കരാറുകൾ ഒപ്പുവെച്ചു. ഏത് രാജ്യവുമായിട്ടാണ് ആ ഒരു 17 കരാറിൽ ഒപ്പുവെച്ചത്? നെതർലാൻഡുമായിട്ടാണ്. അപ്പോൾ 2026 മെയ് മാസം പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി തൻ്റെ യൂറോപ്യൻ പര്യടനത്തിൻ്റെ ഭാഗമായിട്ട് ഒരു 17 കരാറിൽ ഒപ്പുവെക്കുന്നുണ്ട്. ഏത് രാജ്യവുമായിട്ടാണ് ഈ 17 കരാറിൽ ഒപ്പുവെച്ചത് എന്ന് ചോദിച്ചപ്പോൾ ആരുമായിട്ടാ? നെതർലാൻഡ്സുമായിട്ടാണ് ഈ 17 കരാറിൽ ഒപ്പുവെക്കുന്നത്. അടുത്ത പോയിന്റ്, ഒരു ആപ്ലിക്കേഷനാണ്. ഇന്ത്യൻ ആർമിയുടെ ലോജിസ്റ്റിക്സ്, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്നിവ ഡിജിറ്റലായി കൂടുതൽ കാര്യക്ഷമമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇന്ത്യൻ ആർമി 2026 മെയ് മാസം പുറത്തിറക്കിയ പുതിയൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷൻ്റെ പേരാണ് ക്യൂ ഫോഴ്സ് ആപ്ലിക്കേഷൻ. അപ്പോൾ ഇന്ത്യൻ ആർമിയുടെ ലോജിസ്റ്റിക്സ്, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്നിവ ഡിജിറ്റലായി കൂടുതൽ കാര്യക്ഷമമാക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ആർമി ഒരു ആപ്ലിക്കേഷൻ പുറത്തിറക്കുന്നുണ്ട്. എൻ്റെ പേരാണ് ക്യൂ ഫോഴ്സ്. അടുത്ത പോയിന്റ്, സൂര്യാസ്ത്ര ലോഞ്ചിങ് സിസ്റ്റം. എന്താ സംഭവം? തദ്ദേശീയ പ്രതിരോധ ഉൽപാദനം
തദ്ദേശീയമായിട്ടുള്ള പ്രതിരോധ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി മഹാരാഷ്ട്രയിലെ ഷിർദി എന്ന് പറയുന്ന സ്ഥലത്ത് ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയുടെ ആദ്യത്തെ 300 കിലോമീറ്റർ പരിധിയുള്ള ഇന്ത്യയുടെ ആദ്യത്തെ 300 കിലോമീറ്റർ പരിധിയുള്ള യൂണിവേഴ്സൽ റോക്കറ്റ് ലോഞ്ചിങ് സിസ്റ്റം, ഇന്ത്യയുടെ ആദ്യത്തെ 300 കിലോമീറ്റർ പരിധിയുള്ള യൂണിവേഴ്സൽ റോക്കറ്റ് ലോഞ്ചിങ് സിസ്റ്റം ഏത് എന്ന് ചോദിച്ചാൽ പറഞ്ഞ ഏതാണ്? അത് സൂര്യാസ്ത്രയാണ്. അപ്പോൾ തദ്ദേശീയ പ്രതിരോധ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി മഹാരാഷ്ട്രയിലെ ഷിർദിയിൽ ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയുടെ ആദ്യത്തെ 300 കിലോമീറ്റർ പരിധിയുള്ള യൂണിവേഴ്സൽ റോക്കറ്റ് ലോഞ്ചിങ് സിസ്റ്റം ഏത് എന്ന് ചോദിച്ചാൽ പറഞ്ഞ ഏതാണ്? ഈ പറയുന്ന സൂര്യാസ്ത്രയാണ് റോക്കറ്റ് ലോഞ്ചിങ് സിസ്റ്റം എന്ന കാര്യം എന്ത് ചെയ്യുക? അവിടെ ഓർത്ത് വെച്ചേക്കുക. അടുത്ത പോയിന്റിലേക്ക് വരാം. 2026 മെയ് മാസത്തിൽ ലോകാരോഗ്യ സംഘടന ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ, ഹെൽത്ത് എമർജൻസി, ഗ്ലോബൽ ഹെൽത്ത് എമർജൻസി അഥവാ ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഏത് രോഗത്തിന്റെ പ്രഭവത്തെയാണ് എന്നാണ് ചോദ്യം. അത് എബോള വൈറസ് ആണ്, എബോള. അപ്പൊ 2026 മെയ് മാസത്തിൽ ലോകാരോഗ്യ സംഘടന ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ചത് ഏത് രോഗത്തെയാണ് എന്ന് ചോദിച്ചപ്പോൾ ഏതാണ്? അത് എബോളയാണെന്ന കാര്യം എന്ത് ചെയ്യുക? ഓർക്കുക. പണ്ട് കോവിഡിനെ ഇങ്ങനെ ഒരു ആരോഗ്യ എമർജൻസി ആയിട്ട് നമ്മുടെ ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ലോകാരോഗ്യ സംഘടനയിൽ നിന്നും വിട്ടുപോയ അല്ലെങ്കിൽ രാജിവെച്ച് പോയ അല്ലെങ്കിൽ അംഗത്വം വേണ്ടെന്ന് വെച്ച രാജ്യം, തെക്കേ അമേരിക്കൻ രാജ്യം, അത് അർജന്റീനയാണെന്ന കാര്യം കൂടി എന്ത് ചെയ്യുക? ഓർക്കുക. അടുത്ത പോയിന്റ്, വീണ്ടും ലോകാരോഗ്യ സംഘടനയുടെ ഒരു പോയിന്റിലേക്ക് വരികയാണ്. ലോകാരോഗ്യ അസംബ്ലി, വേൾഡ് ഹെൽത്ത് അസംബ്ലി ആദ്യമായി ഏത് രോഗത്തെക്കുറിച്ചാണ് ആഗോള പ്രമേയം പാസാക്കിയത്? അപ്പൊ ലോകാരോഗ്യ അസംബ്ലി അഥവാ വേൾഡ് ഹെൽത്ത് അസംബ്ലി ഏത് രോഗത്തെക്കുറിച്ചാണ് ഒരു ആഗോള പ്രമേയം പാസാക്കിയത് എന്ന് ചോദിച്ചപ്പോൾ ഏത് രോഗത്തെക്കുറിച്ചാ? സ്ട്രോക്കിനെ കുറിച്ചാണ്. അപ്പൊ സ്ട്രോക്ക് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു അസുഖമാണ്. കാരണം ഇപ്പോൾ ഒരുപാട് പേർക്ക് വരുന്നൊരു അസുഖം കൂടിയാണ് ഈ സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഒരു തളർന്നു പോകുന്ന അവസ്ഥ, ഒരു സൈഡ് തളരുന്ന അവസ്ഥ വലിയ വിഷയമാണ്. അപ്പോൾ ആ സ്ട്രോക്ക് എന്നതിന് വേണ്ടി, ആ രോഗത്തിന് വേണ്ടി ആഗോള പ്രമേയം പാസ്സാക്കിയത് ലോകാരോഗ്യ സംഘടന ആഗോള പ്രമേയം പാസ്സാക്കുന്നു. അപ്പോൾ ലോകാരോഗ്യ അസംബ്ലി ആദ്യമായിട്ടാണ് ഒരു രോഗത്തെക്കുറിച്ച് ആഗോള പ്രമേയം പാസ്സാക്കുന്നത്. ആ രോഗമാണ് സ്ട്രോക്ക്. അടുത്ത പോയിന്റ്, കരസേനയുടെയും വായുസേനയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മേഘാലയയിലെ ഉംറോ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് 2026 മെയ് മാസം ഒരു സംയുക്ത സൈനിക അഭ്യാസം നടക്കുന്നുണ്ട്. ആ സംയുക്ത സൈനിക അഭ്യാസം വിളിച്ച പേരാണ് എക്സർസൈസ് പ്രഗതി 2026. അപ്പൊ എന്താണ് എക്സർസൈസ് പ്രഗതി എന്ന് പറയുന്നത്? കരസേനയുടെയും അതുപോലെ തന്നെ വായുസേനയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മേഘാലയയിലെ ഉംറോ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് 2026 മെയ് മാസം നടന്ന സംയുക്ത സൈനിക അഭ്യാസമാണ് എക്സർസൈസ് പ്രഗതി എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ്, ലോക ഫുട്ബോൾ ദിനം. പ്രത്യേകിച്ച് ഈ ഒരു സന്ദർഭത്തിൽ വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ അവസരത്തിൽ നമ്മൾ അതിനെപ്പറ്റി അറിയണം. ലോക ഫുട്ബോൾ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് മെയ് മാസം 25 കേട്ടോ. അപ്പോൾ മെയ് മാസം 25-ാം തീയതിയാണ് നമ്മൾ ലോക ഫുട്ബോൾ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. മെയ് മാസം 25. അടുത്ത പോയിന്റ്, രാജ്യത്തെ മുതിർന്ന പൗരന്മാരുടെ സുരക്ഷ, ക്ഷേമം, ആരോഗ്യ സംരക്ഷണം എന്നിവ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരു പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. ആ പദ്ധതിക്ക് വിളിച്ച പേരാണ് ജീവൻ. അപ്പോൾ രാജ്യത്തെ മുതിർന്ന പൗരന്മാരുടെ സുരക്ഷ, ക്ഷേമം, ആരോഗ്യ സംരക്ഷണം എന്നിവ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരു പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. ആ പദ്ധതിക്ക് വിളിച്ച പേരാണ് ജീവൻ എന്നാണ് പദ്ധതിക്ക് വിളിച്ച പേര്. എന്താണ് ജീവന്റെ ഫുൾ ഫോം? ജോയിന്റ് എൽഡർലി എംപവർമെന്റ് ആൻഡ് വെർച്വൽ അസിസ്റ്റൻസ് നെറ്റ്വർക്ക്. അപ്പൊ ജോയിന്റ് എൽഡർലി എംപവർമെന്റ് ആൻഡ് വെർച്വൽ അസിസ്റ്റൻസ് നെറ്റ്വർക്ക് എന്നാണ് ഫുൾ ഫോം. അപ്പൊ രാജ്യത്തെ മുതിർന്ന പൗരന്മാരുടെ സുരക്ഷ, അവരുടെ ക്ഷേമം, അവരുടെ ആരോഗ്യ സംരക്ഷണം എന്നിവ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരു പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. ആ പദ്ധതി വിളിച്ച പേരാണ് ജീവൻ. അടുത്ത പോയിന്റിലേക്ക് വരാം. ഫെഡറേഷൻ കപ്പ് അത്ലറ്റിക്സ് 2026 ഒരു കപ്പാണെന്ന് ഓർക്കുക. അത്ലറ്റിക്സിൻ്റെ ഒരു കപ്പാണ് ഫെഡറേഷൻ കപ്പ് അത്ലറ്റിക്സ് 2026. ആ അത്ലറ്റിക്സ് കപ്പിൽ 10.09 സെക്കൻഡിൽ
പുരുഷന്മാരുടെ 100 മീറ്റർ പൂർത്തിയാക്കി ഇന്ത്യയിലെ തന്നെ ഏറ്റവും വേഗമേറിയ താരമായി മാറിയത് ആര്? അപ്പോൾ ഫെഡറേഷൻ കപ്പ് അത്ലറ്റിക്സ് 2026 10.09 സെക്കൻഡിൽ പുരുഷന്മാരുടെ 100 മീറ്റർ പൂർത്തിയാക്കി ഇന്ത്യയിലെ ഏറ്റവും വേഗതയാർന്ന താരമായി മാറിയത് ആര് എന്ന് ചോദിച്ച പരമാരാണ്? അത് പഞ്ചാബിലെ താരമായ ഗുരീന്ദർ വീർ സിംഗ് ആണ്. അപ്പോൾ ഫെഡറേഷൻ കപ്പ് അത്ലറ്റിക്സ് 2026 10.09 സെക്കൻഡിൽ പുരുഷന്മാരുടെ 100 മീറ്റർ പൂർത്തിയാക്കി ഇന്ത്യയിലെ ഏറ്റവും വേഗമേറിയ താരമായി മാറുന്നു ഗുരീന്ദർ വീർ സിംഗ് ആണ്. പഞ്ചാബിൽ നിന്നുള്ള താരമായ ഗുരീന്ദർ വീർ സിംഗ് ആണ്. അങ്ങനെയെങ്കിൽ ഇഷാങ്ക് സിംഗിനെ പറ്റി അറിയണം. നമ്മൾ ഏപ്രിൽ മാസം പറഞ്ഞപ്പോൾ ജസ്റ്റ് പറഞ്ഞു പോയതാണ് ഇഷാങ്ക് സിംഗിനെ പറ്റി. അതായത് പാക് കടലിടുക്ക്, ഇന്ത്യ ശ്രീലങ്കയിൽ ഇടയ്ക്കുള്ള ആ ഒരു ഇതാണ് പാക് കടലിടുക്ക്. ആ പാക് കടലിടുക്ക് ഏറ്റവും വേഗത്തിൽ നീന്തിക്കടന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന ലോക റെക്കോർഡ് സ്വന്തമാക്കിയത് ഇഷാങ്ക് സിംഗ് ആണ്. വെറും 7 വയസ്സാണ് ചെക്കൻ്റെ പ്രായം. ജാർഖണ്ഡിലെ റാഞ്ചിയാണ് അവൻ്റെ സ്വദേശം. റാഞ്ചി ബോയ് ആണ്. 7 വയസ്സാണ് പ്രായം. സ്വിംസ് ഫ്രം ശ്രീലങ്ക ടു ഇന്ത്യ ഇൻ 9 hours 50 minutes. ഏകദേശം 10 മണിക്കൂർ അല്ലേ? 9 മണിക്കൂർ 50 മിനിറ്റുകൾ. 9 മണിക്കൂർ 50 മിനിറ്റുകൾ കൊണ്ടാണ് 50 മിനിറ്റുകൾ എടുത്തുകൊണ്ടാണ് ഈ പറയുന്ന പാക് സ്ട്രേറ്റ് ഈ ചെക്കൻ എന്ത് ചെയ്യുന്നത്? നീന്തി കിടക്കുന്നത്. ചെറിയ കാര്യമല്ല അല്ലേ? 7 വയസ്സേ ഉള്ള പ്രായം. 1ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, ഓർക്കണം നിങ്ങൾ. ഓക്കെ, അടുത്തിലോട്ട് നമുക്ക് പോവാം. ഇഷാങ്ക് സിംഗ് എന്ന പേര് മറക്കരുത്. പാക് കടലിലേക്ക് നീന്തിക്കടന്ന ഏറ്റവും വേഗത്തിൽ നീന്തിക്കടന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ഇഷാങ്ക് സിംഗ്, 7 വയസ്സ്. അടുത്ത പോയിന്റ് ഒരു പുസ്തകമാണ്, ദ ലൈബ്രറി മാൻ ഓഫ് ഇന്ത്യ. PN പണിക്കറെ കുറിച്ചുള്ള പുസ്തകമാണ്. PN പണിക്കർ. അപ്പൊ PN പണിക്കറെ കുറിച്ചുള്ള പുസ്തകമാണ് ദ ലൈബ്രറി മാൻ ഓഫ് ഇന്ത്യ. ഈ പുസ്തകത്തിന്റെ രചയിതാവാര് എന്നാണ് ചോദ്യം. PP സത്യനാണ്. അപ്പോൾ ദ ലൈബ്രറി മാൻ ഓഫ് ഇന്ത്യ എന്ന PN പണിക്കറെ കുറിച്ചുള്ള പുസ്തകത്തിന് രചിച്ചത് ആര് എന്ന് ചോദിച്ചപ്പോൾ അത് PP സത്യനാണ്. അടുത്ത പോയിന്റ്, പടിഞ്ഞാറൻ യൂറോപ്പിൽ കനത്ത ചൂടിനും ഊർജ പ്രതിസന്ധിക്കും കാരണമായ പ്രതിഭാസം ഏത് എന്നാണ് ചോദ്യം. അപ്പോൾ പടിഞ്ഞാറൻ യൂറോപ്പ്, വെസ്റ്റേൺ യൂറോപ്പിൽ കനത്ത ചൂടിനും ഊർജ പ്രതിസന്ധിക്കും കാരണമായ പ്രതിഭാസമാണ് ഹീറ്റ് ഡോം എന്ന് പറയുന്ന പ്രതിഭാസം. അപ്പോൾ പടിഞ്ഞാറൻ യൂറോപ്പ് അഥവാ വെസ്റ്റേൺ യൂറോപ്പിൽ കനത്ത ചൂടിനും അതുപോലെ തന്നെ ഊർജ പ്രതിസന്ധിക്കും കാരണമായിട്ടുള്ള പ്രതിഭാസമാണ് ഹീറ്റ് ഡോം എന്ന് വിളിക്കുക. അടുത്ത പോയിന്റ്, എന്താണ് പുനർജ്വാല? ഇതൊരു പദ്ധതിയാണ്. എന്താണ് പുനർജ്വാല എന്ന് പറയുന്ന പദ്ധതി? സംസ്ഥാനത്തെ സൂക്ഷ്മ സംരംഭങ്ങളെ കൂടുതൽ പ്രവർത്തനക്ഷമവും ലാഭകരവുമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കുടുംബശ്രീ ആരംഭിച്ച പുതിയ പദ്ധതിയാണ് പുനർജ്വാല. അപ്പോൾ സംസ്ഥാനത്തെ സൂക്ഷ്മ സംരംഭങ്ങളെ കൂടുതൽ പ്രവർത്തനക്ഷമവും ലാഭകരവുമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കുടുംബശ്രീ ആരംഭിച്ച പുതിയ പദ്ധതിയാണ് ഈ പറയുന്ന പുനർജ്വാല എന്ന് പറയുന്ന പദ്ധതി. ഒന്നും കൂടി, സംസ്ഥാനത്തെ സൂക്ഷ്മ സംരംഭങ്ങളെ കൂടുതൽ പ്രവർത്തനക്ഷമവും ലാഭകരവുമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കുടുംബശ്രീ ഒരു പുതിയ പദ്ധതി ആരംഭിച്ച ആ പദ്ധതി വിളിച്ച പേരാണ് പുനർജ്വാല. അടുത്ത പോയിന്റ്, സംസ്ഥാനത്തെ ആദ്യ സ്വകാര്യ മെഡിക്കൽ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെ എന്നാണ് ചോദ്യം. അപ്പൊ സംസ്ഥാനത്തെ ആദ്യ സ്വകാര്യ മെഡിക്കൽ മ്യൂസിയം, പ്രൈവറ്റ് മെഡിക്കൽ മ്യൂസിയം നിലവിൽ വരുന്നത് ട്രിവാൻഡ്രം ജില്ലയിലെ ഉള്ളൂരിലാണ്. ഓക്കെ, അപ്പൊ സംസ്ഥാനത്തെ ആദ്യ സ്വകാര്യ മെഡിക്കൽ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? ട്രിവാൻഡ്രം ജില്ലയിലെ ഉള്ളൂരിലാണ്. അപ്പൊ ഇതോടുകൂടി നമ്മൾ മെയ് മാസത്തെ കംപ്ലീറ്റ് കാര്യങ്ങളും ഒരു 2 പാർട്ടായിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഡിസ്കസ് ചെയ്ത് സെറ്റാക്കി വെച്ചു. നിങ്ങൾക്ക് വ്യക്തമായി കിട്ടി, പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒന്നും കൂടെ പറയുകയാണ്, നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ പേരും ദ CA അനലിസ്റ്റ് തന്നെയാണ്. ജോയിൻ ആകാത്തവർ എന്ത് ചെയ്യുക? അതിനകത്ത് ജോയിൻ ചെയ്യുക. അതിലായിരിക്കും നമ്മൾ നോട്ട്സ് ഇടുന്നത്. അതുപോലെ പോളൊക്കെ നമ്മൾ അതിനകത്തായിരിക്കും ഇടുക. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളെ കൂടി എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്.